ഉള്ള തോന്നിവാസം എല്ലാം കാണിച്ചിട്ടാണ് എന്നോട് നീ വീഡിയോ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ പിടിച്ചങ്ങ് ഉണ്ടാക്കി കളയെന്ന് പറഞ്ഞത്. ആരാന്ന് മനസ്സിലായോ? ദിയാകൃഷ്ണയുടെ കടയില് 60 ലക്ഷത്തോളം തിരിമറി നടത്തിയ വിനീത. വിനീത എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അവരിപ്പോ പോലീസിൽ സാഷ്ടാംഗം കീഴടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കൂടുതലായി എടുക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ആക്ടർ കൃഷ്ണകുമാറിന്റെ മോളായ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഒരു ചെറിയ മോഷണം, ജസ്റ്റ് ഒരു 69 ലക്ഷത്തിന്റെ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 ഉദ്യോഗാർത്ഥികളാണ് കുറ്റം ആരോപിക്കപ്പെട്ടത്. ഈ 3 പേര് എന്താണ് ചെയ്തതെന്നറിയുമോ? അതായത് ഒരു കസ്റ്റമർ വരുന്നു, കസ്റ്റമറിന് സാധനം കാണിച്ച് വിശ്വസിപ്പിക്കുന്നു, വിശ്വസിപ്പിച്ച ശേഷം പേയ്മെന്റ് ആവുന്നു. പേയ്മെന്റ് ആകുമ്പോഴത്തേനും സ്ഥാപനത്തിലെ ദിയയുടെ QR കോഡ് എടുത്ത് മാറ്റിച്ചിട്ട് ഇവരുടെ QR കോഡ് കാണിച്ചിട്ട് അതിലേക്ക് പൈസ മേടിക്കുന്നു. ലാവിഷായിട്ട് പുട്ടടിച്ചിട്ട് പോകുന്നു. ഇതാണ് സംഭവം. ഇത് ദിയ ഓൾറെഡി പ്രശ്നമായി, പോലീസ് കേസായി. ആ സമയത്ത് ഈ 3 പെൺകുട്ടികൾ ചാനലുകളെ എല്ലാം നേരിട്ടിട്ട് ഒരു വലിയൊരു നീണ്ട പ്രഭാഷണം നടത്തി. ലവൻ എന്നോട് മോശമായി പെരുമാറി, ലിവൻ എന്നോട് അങ്ങനെ ചെയ്തു, കൃഷ്ണകുമാർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, ആ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് പറയാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇത് ദിയ ടാക്സ് വെട്ടിക്കാനുള്ളതാണെന്നൊക്കെ ഉള്ള രീതിയിലെല്ലാം അടിച്ചു വിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടികൾ കീഴടങ്ങിയിട്ടുണ്ട്. കീഴടങ്ങിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പെൺകുട്ടി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടതുമാണ്. എനിക്കും സീക്രട്ട് ഏജന്റിന് കേട്ടോ വെച്ചേക്കുന്നത്. ഞങ്ങളൊക്കെ എല്ലാ പിള്ളേകളാണ്, മനസ്സിലായില്ലേ? എന്നെ ഏത് തട്ടിലാണ് അവർ കാണുന്നത് നമുക്ക് പിടിയിട്ടില്ലേ? അപ്പൊ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ആ വീഡിയോ അവരുടെ മുഖമോ അവരുടെ ശബ്ദമോ ഉപയോഗിക്കാനുള്ള പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല. ആയതിനാൽ ഞാൻ അവർക്കെതിരെ ഇട്ട വീഡിയോസ് റിമൂവ് ചെയ്യണം. ഉള്ള തോന്നിവാസവും തെണ്ടിത്തരവും എല്ലാം കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോ റിമൂവ് ചെയ്യണമെന്ന്. ഞാനപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഭാഗമാണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ഞാൻ അങ്ങ് റിമൂവ് ചെയ്ത് ദൂരെ കളയും എന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, മൊത്തം ഡിലീറ്റ് ചെയ്യണം, ഫുള്ളായിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇവര് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. എന്തിന് ഹെൽമെറ്റ് വെച്ചു? വീണ്ടും ഞങ്ങളുടെ മുഖം പുറത്തു പോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ മുഖം പുറത്തറിയാനുള്ളൊരു സാഹചര്യം ഞങ്ങൾ കൊടുത്തിട്ടില്ല, ആർക്കും ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇതെന്താണെന്നറിയോ സംഭവം? അതായത് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി. ഗോവിന്ദച്ചാമിയെ പിടിച്ചു. ഗോവിന്ദച്ചാമി പറയുക, എൻ്റെ മുഖം ആരും പുറത്തു വിടാൻ പറ്റത്തില്ല, ഞാൻ കോടതി കേസ് കൊടുക്കും എന്ന് പറയുന്നൊരു സാധനമാണ് ഈ പെണ്ണുങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇവരെ പിടിച്ച ഒരു സംഭവം ഒന്ന് വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം. കുറ്റം ക്രൈംബ്രാഞ്ച് സംഘത്തോട് സമ്മതിക്കുന്നത്, എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ള ആ ഒരു രീതി ക്രൈംബ്രാഞ്ച് സംഘം അവിടെ പുനരാവിഷ്കരിച്ചു. അതിൽ അവർ കൃത്യമായി എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഈ അന്വേഷണ സംഘത്തോട് വിവരിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ്, അതായത് മെഷീൻ ഉപയോഗിച്ച് QR കോഡിലാണ് ഇവർ കൃത്രിമം കാണിക്കുന്നത്. മെഷീൻ ഉപയോഗിച്ച് QR കോഡിലാണ് ഇവർ കൃത്രിമം കാണിച്ചത്. അതായത് ഇവര് കുറ്റം സമ്മതിച്ചു. എൻ്റെ പൊന്നു സാറെ, നമ്മൾ തന്നെയാണ് മോട്ടിച്ചത്. ഇത് ഇവര് സമ്മതിച്ചു, കുറ്റം ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു. ആദ്യം പോലീസുകാർക്കായിരുന്നു ഈ കേസിന്റെ അന്വേഷണം വന്നിരുന്നത്, പിന്നെയാണ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ 3 പെൺകുട്ടികൾ ഇവരൊറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്നുള്ള സംശയമുണ്ട്. കാരണം ഈ ഒരു 3 പെൺകുട്ടികൾ ഒളിവിൽ പോയാൽ കണ്ടുപിടിക്കാൻ തക്ക പ്രാപ്തി ഇല്ലാത്തവരാണോ കേരള പോലീസ് എന്നൊരു ചോദ്യത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആയതിനാൽ മറ്റെന്തൊക്കെയോ ചില ബാഹ്യ ഇടപെടലുകളാൽ ഇവരെ പിടിക്കാൻ പറ്റാത്തതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ചേച്ചിമാര് കുറ്റം സമ്മതിച്ചു. 2 പേര് കീഴടങ്ങി, ഒരാൾ കീഴടങ്ങിയില്ല. കീഴടങ്ങാത്ത ആൾ നിരപരാധിയാണോ അത് പെരുങ്കള്ളിയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ ബില്ലിൽ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും സാധാരണ വയ്ക്കാറില്ല. ആഭരണങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ദിയയാണ്. ഈ കസ്റ്റമർ കടയിലെത്തുമ്പോൾ ആഭരണങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഇതിന്റെ ചിത്രം ദിയയ്ക്ക് അയച്ചു കൊടുക്കും. ദിയ ഇതിന്റെ വില നിശ്ചയിച്ച ഈ ജീവനക്കാരോട് പറയും. പക്ഷേ അതെന്നെ ടെക്നോളജി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒരു സ്ഥാപനത്തിൽ ഒരു സാധനം വിൽക്കുകയാണ്. അപ്പൊ ഈ ഓർണമെന്റ്സ് വിൽക്കുമ്പോൾ ഈ ഒരു ഓർണമെന്റ് ഇവർ ചൂസ് ചെയ്തു. ഉടനെ ആ ഓർണമെന്റ് ഫോട്ടോ എടുത്ത് പ്ലച്ചനെന്ന് ക്ലിക്ക് ചെയ്തിട്ട് ദിയക്ക് അയച്ചു കൊടുക്കും. ദിയ അപ്പോൾ മനസ്സിൽ ഒരു 1267 രൂപ അന്ന് ചിന്തിച്ച് തിരിച്ചയച്ചു കൊടുക്കും. അതാണ് വില. ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല ഇങ്ങനെ സാധനത്തിന്. അത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു കാര്യമില്ല. ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായി. ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം പോലെയാണോ ദിയ നടത്തിക്കൊണ്ടിരുന്നത്? വരുന്നു, ഒരു സാധനം കാണുന്നു, പ്ലച്ചക്ക ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയക്കുന്നു. ഫോട്ടോയുടെ വില അപ്പൊ ദിയ അന്നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു വില ഇങ്ങോട്ട് പറയുന്നു, ആ വില പറയുന്നു, സാധനം വിൽക്കുന്നു. അതെന്തൊരു ടെക്നോളജി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ഈ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഒന്നും ആപ്ലിക്കബിൾ അല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടക്കൂടി എന്നുള്ള വിലയൊന്നും ഇല്ല. ഇന്ന കസ്റ്റമറിന് എനിക്കിത് 1000 രൂപയ്ക്ക് വിൽക്കാൻ തോന്നി 1000 രൂപ, 10000 രൂപയ്ക്ക് വിൽക്കാൻ തോന്നി കഴിഞ്ഞാൽ 10000 രൂപ.
ആ സെറ്റപ്പ് എനിക്ക് പിടികിട്ടില്ല കേട്ടോ. ഇത് ഈ കസ്റ്റമർക്ക് നൽകാതെ ഇത് സെയിൽ ആയില്ല എന്നുള്ള പേരിൽ കസ്റ്റമർക്ക് നൽകിക്കൊണ്ട് ഈ കസ്റ്റമർ നൽകുന്ന പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. ഏകദേശം 69 ലക്ഷം രൂപ ഇത്തരത്തിൽ 40 ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ മറ്റു ചില ചാനലുകളിൽ പറഞ്ഞു കേട്ടത്. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് അത് തട്ടിപ്പാണെന്ന് മനസ്സിൽ അവർക്ക് നന്നായിട്ട് അറിയാമെന്നിരിക്കെ ഇവർ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കിയാണ് എൻ്റെ മുഖമോ എൻ്റെ ശബ്ദമോ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നിനക്ക് ഞാൻ തന്നിട്ടില്ല, എൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് തുരക്കളടാ, ഇല്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് നിന്നെ കൊണ്ട് ഞാൻ ഉണ്ട തീറ്റിക്കും. ഇപ്പൊ ഉണ്ടല്ല എന്തൊരു തീറ്റിക്കും. മോളാദ്യം മോളുടെ പേരിലുള്ള പരാതി തീർക്ക്, ആ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ട് എനിക്കെതിരെ ഒരു ഇൻഡാസ് കൊടുക്ക്. അപ്പൊ ഞാൻ ആ ഇൻഡാസ് തിരിച്ചു തരാം. തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് നമ്മുടെ മണ്ടക്കിട്ട് അവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. അതൊന്നും പ്രശ്നമല്ല. എന്തൊരു പഠിച്ച കള്ളികൾ എന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളികൾ. അതായത് ഒരു ഉളുപ്പും ഇല്ലാതെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ മുതലാളിയെ അതിഭീകരമായി പറ്റിച്ച് ലക്ഷങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ 40 ലക്ഷം തന്നെ വെച്ചു, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. മോഷ്ടിച്ചെടുത്ത് ആ പണത്തിന് സ്വർണം വാങ്ങി, ആ പണത്തിന് സ്കൂട്ടർ വാങ്ങി, ആ പണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതെല്ലാം പോലീസ് കണ്ടുകിട്ടിട്ടുണ്ട്. ഈ സ്കൂട്ടി ഒന്നും വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എമ്മാതിരി തൊലിക്കെട്ടുള്ള ടീമാണെന്നറിയാമോ? തട്ടിപ്പ് നടത്തിയെന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പണം നിക്ഷേപിച്ച വലിയതുറയിലെ ഈ ബാങ്കിൽ ഉൾപ്പെടെ പരിശോധന നടത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതിയെ കൂടി ഇനി പിടികൂടാനുണ്ട്. 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പ്രതികളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച്. ഇനി ആ ഒരു പ്രതി എപ്പോൾ പിടികൂടും? ആ പ്രതി ഇതുപോലെ വന്നിട്ട് ഞങ്ങൾ കീഴടങ്ങുന്ന സാറേ, എൻ്റെ പൊന്ന് സാറേ, എന്നെ അറസ്റ്റ് ചെയ്യും സാറേ എന്ന് പറയുമ്പോൾ പിടിക്കും എന്നാണോ പറയുന്നത്? പോലീസിന് പിടിക്കാൻ കഴിവില്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഡിങ്കോൾഫിയോ ഡിക്കോൾഫിയോ ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവര് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, അല്ല ഇത് ബാക്കിയും കൂടെ കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുള്ളത് ഒരു പ്രതിക്ക് 40 ലക്ഷം എന്നൊക്കെ പറയുന്ന വലിയ തുകയാണല്ലോ. അപ്പൊ ആ തുക തട്ടിയെടുത്തതിന് ശേഷം ആ പണം എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയുന്നത്? ഹഷ്മി, തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ന്യായീകരിച്ച് അവർ തന്നെയാണ് ഈ കുറ്റം സമ്മതിക്കുന്നത്. ഈ പണം ചില ബാങ്കുകളിലേക്ക് മാറ്റി എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. വലിയതുറയിലെ ഈ ബാങ്കുകളിലാണ് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അതിന്റെ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. ഇവർ ഈ QR കോഡ് അന്വേഷണ സംഘം ശേഖരിക്കട്ടെ. അപ്പോൾ അവർക്ക് നല്ല ഉറപ്പുണ്ട് അവർ കള്ളത്തരമാണ് കാണിച്ചതെന്ന്. അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരത് പിടിക്കപ്പെടും എന്നുള്ള കാര്യം. എന്നിട്ട് എന്തിനാണ് ഇമാതിരി മെഴുകിലൂടെ നടത്തിയിട്ട് പറയുന്നതും കള്ളമാണെന്നൊരു പേര് കൊണ്ടുവന്നതെന്ന് പോലും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, കൂടുതൽ വർക്കുള്ളപ്പോൾ കൂടുതൽ പണം കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ മുതൽ അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, ഫിക്സഡ് സാലറി ഇല്ല. ദുബായിൽ പുള്ളി പോവുക, അവിടെ കുറെ പണം കിടക്കുന്നുണ്ട്, അത് വാരി എടുക്കുക, അക്കൗണ്ടിലേക്ക് ഇട്ടും കൊടുക്കുക. ഇവിടെ കുറെ പണം കിടക്കുന്നുണ്ട്, വാരി എടുക്കുക, അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണോ പണി? എന്നിട്ട് മറ്റേ പെണ്ണ്, ഈ വിനിത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയ പെണ്ണ്, അത് ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന് പറയരുതെന്നാണ് ഞങ്ങളോട് പറയാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സിനിമ ട്രൈ ചെയ്യുക കേട്ടോ. കൃഷ്ണകുമാറൊക്കെ മാറി നിൽക്കും, നിങ്ങളായിരിക്കും ദ താരം ഓഫ് ദി ഓസ്കാർ അവാർഡ് വിന്നർ ഓഫ് ദി ഇയർ. അമ്മാതിരി സ്കില്ലുള്ള ടീംസാണ് ഇവരിനി. ക്രൈംബ്രാഞ്ചിനോട് ദിയയുടെ കടയിൽ പോയിട്ട് ഈ വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടെ നമുക്ക് കാണാം. ഇതിനകത്ത് എന്ത് ബില്ലായിരിക്കും? എല്ലാത്തിനും ബില്ലടിച്ചു ബില്ലിൽ എന്തൊക്കെ എൻട്രി കോഡ് അങ്ങനെ ഉണ്ടാവും? ഒന്നുമില്ല. എങ്ങനെയാ പ്രൈസ് അവിടെ അയച്ചു? ഇത് ദിയയുടെ ബില്ലിംഗ് സിസ്റ്റത്തിലെ പോരായ്മ കേട്ടോ ഇവർ കാണിക്കുന്നത്. അതായത് കസ്റ്റമറിന്റെ പേരോ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പർ യാതൊരു ഡീറ്റെയിൽസും ഇല്ല. ഇന്ന വില പറയും, ക്ലച്ച ആ വില അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് പൊങ്ങി വരും, ആ ബില്ല് കീറി കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ ഇന്ന കസ്റ്റമറിനാണ് കൊടുത്തതെന്ന് പറയുമോ, കസ്റ്റമറിന്റെ ഡേറ്റാസ് രേഖപ്പെടുത്തുമോ, ഇന്ന സ്റ്റോക്ക് പോയി എന്ന് രേഖപ്പെടുത്തുമോ. സ്റ്റോക്ക് പോയി എന്ന് ദിയ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത്രയും സ്റ്റോക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. അത് ദിയയ്ക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ ഒരു കെട്ടഴിഞ്ഞ രീതിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തുക, എനിക്ക് തോന്നുന്ന പോലെ ഇവിടെ നടക്കും. ആ ഒരു സെറ്റപ്പിലാണ് നിന്നത്. ഒരു കൃത്യമായ ചട്ടക്കൂടിനകത്തല്ല ഇത് നടന്നതെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും സ്റ്റോക്ക് തട്ടിയെടുത്തിട്ടും ഇത്രയും പണം തട്ടിയെടുത്തിട്ടും ഇവർക്ക് ഒരു കുറ്റബോധവും ഇല്ല, ഒരു ഉളുപ്പില്ല, ഒന്നുമില്ല. ദിയ സഹോദരിയെ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ടും ദിയയുടെ കല്യാണത്തിന് പോയിട്ട് മലയിട്ട് കൊടുക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങ് കുളിർപ്പിക്കുന്നു. എൻ്റെ അമ്മോ, ഇതാണ് ഈ പെണ്ണാന്ന് തോന്നുന്നു വിനീത. മുഖം കണ്ടാലേ അറിയാൻ പറ്റും. മാസ്ക് ഇട്ടേക്ക് ഓരോ മുഖം ഒന്ന് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. അയ്യോ,
ഇത് പിന്നെ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ ഇതിൽ ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാനുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? ബില്ലിൽ ഒരു റെക്കോർഡും ഇല്ല, ചുമ്മാ ഒരു ബില്ല്. ഇല്ലെന്നല്ല നിങ്ങൾ ഒരു പേപ്പർ പേന എടുത്ത് കിണങ്ങണെന്ന് എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. അതായിരുന്നു ഇതിനെക്കാട്ടിലൊക്കെ നൈസായിട്ടുള്ള സംഭവം. ഇത് ഈ പെൺകുട്ടികൾ കള്ളികളാണെന്നുള്ളത് മാത്രമല്ല, ഇവരുടെ പ്രതിച്ഛായ എന്നിട്ട് നിലനിർത്താൻ നോക്കി എന്താണെന്ന് മനസ്സിലായില്ല. നമുക്ക് ഈ മെസ്സേജ് അയച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇവർ അറസ്റ്റ് ആകുന്നത്. 24 hours നിന്നെക്കെതിരെ കേസ് കൊടുക്കൂടാ, നിന്നെ അകത്താക്കൂടാന്ന് പറഞ്ഞിട്ട് അതേ കോപ്പി പേസ്റ്റ് മെസ്സേജ് സീക്രട്ടേജിന് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല 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 സ്റ്റാഫ്. ഇത്തരത്തിലുള്ള സ്റ്റാഫുകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലിക്ക് വേണമെങ്കിൽ എടുത്തോട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ സ്വാധീനം വെച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങും. അപ്പോൾ നിങ്ങൾ ആരെന്ന് വെച്ച് ജോലിക്ക് എടുത്തു.